ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വഴിത്തിരിവ് നടന്നിട്ടുള്ള ഒരു ക്ഷേത്ര സന്നിധിയാണിത്. ഇരുനിലങ്കോട് ശ്രീ മഹാദേവ ക്ഷേത്രം. ഇവിടെ വെച്ചായിരുന്നു ഞങ്ങളുടെ വിവാഹം. 2013 നവംബർ 25-ാം തീയതിയായിരുന്നു ഞങ്ങളുടെ വിവാഹം. അതിനുശേഷം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞങ്ങളിവിടെ വന്നിട്ട് വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും മോൻ്റെ ജന്മദിനമാണെങ്കിലും ഞങ്ങളിവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അന്നദാനമാണ് വളരെയധികം എനിക്കിഷ്ടപ്പെട്ട കാര്യം. ഇവിടെ 365 ദിവസവും ഇവിടെ അന്നദാനമുണ്ട്. ഇവിടെ 11 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളൊരു 9:30 ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ അന്നദാനത്തിന് ഇരുന്ന് അതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോകാറ്. അങ്ങനെ കാലൊക്കെ കഴുകി ഞങ്ങൾ ശുദ്ധി വരിച്ചതിന് ശേഷം അമ്പലത്തിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് 2-3 ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. സനൂപേട്ടൻ ഒന്നിങ്ങനെ നോക്കി നിന്നതിന് ശേഷം അങ്ങോട്ട് കയറിപ്പോയി. ആ കൽപ്പടവകൾ കണ്ടോ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാനും സനൂപേട്ടനൊക്കെ ഇറങ്ങി വന്നിട്ടുള്ള കൽപ്പടവകളാണ് കാണുന്നത്. രസമായല്ലേ? അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി തൊഴുത് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ അന്നദാനത്തിന് ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ മോന് അങ്ങോട്ട് മുകളിൽ പാറക്കെട്ടുണ്ട്, അങ്ങോട്ട് കയറി പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പോകാമെന്നും പറഞ്ഞിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനും ഏട്ടനും കുട്ടിയും കൂടിയിട്ട് അങ്ങോട്ട് കയറിപ്പോയി. അവർ രണ്ടുപേരും ഭയങ്കര ഫാസ്റ്റായിട്ട് കയറിയിട്ടോ. എനിക്കെന്തോ കയറാനൊന്നും വയ്യ. 2-3 പ്രാവശ്യം ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഭയങ്കര ക്ഷീണിച്ച് പോയി. അങ്ങനെ പിന്നെ രണ്ടുപേരെ അന്വയിപ്പിച്ച് താഴെ ഇറക്കാനുള്ള പരിപാടിയിലായി. അങ്ങനെ ഞാൻ കുറേ നേരം ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്, വരുന്നില്ല. പാറ കണ്ടോ, എത്ര ഭയങ്കര ഹാർഡായിട്ടുള്ള പാറയാണ്. അപ്പം ഞാൻ അവന് ഒരു തരത്തിൽ താഴേക്ക് ഇറക്കാനുള്ള പരിപാടിയാണ്. സനുവേട്ടത്ത് പതിയെ ഇറങ്ങിപ്പോയേ. അതിനുശേഷം എന്നോട് അവന് വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അമ്മമാർ പറഞ്ഞ പെട്ടെന്ന് അനുസരിക്കൊന്നും ഇല്ലല്ലോ, എന്നാലും 2 വഴക്കൊക്കെ കൊടുത്തൊക്കെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചങ്ങ് നിൽക്കുക. അങ്ങനെ ഒരു തരത്തിൽ ആളെ കയ്യിലാക്കിയിട്ടുണ്ട്. അങ്ങനെ പതുക്കെ പോരാൻ താല്പര്യമൊന്നുമില്ല, എന്നാലും ഇങ്ങനെ പതുക്കെ പോരാന്നുള്ള ഒരു സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ നേരം ഞാൻ അവന് പിന്നെ എടുക്കണം, പിന്നെ അവനെ ഒന്ന് കൊഞ്ചിക്കണം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. അതിന് ശേഷം ഒന്ന് എടുത്ത് കുറച്ച് കഥയൊക്കെ പറഞ്ഞു. അതിനുശേഷം കുറച്ച് കൊഞ്ചിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല കുട്ടിയായിട്ട്, നല്ല അനുസരണയുള്ള കുട്ടിയായിട്ടൊക്കെ വന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ പതുക്കെ സോപ്പിട്ട് താഴേക്ക് ഇറക്കി കൊണ്ടുവന്നു അവനെ. അതിനുശേഷം ഞങ്ങൾ ഒന്നും കൂടെ 2-3 ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ, ലീവിന് വരുമ്പോഴൊക്കെ ആയിരിക്കും അമ്പലത്തിൽ വരാനും ഭഗവാനെ കാണാനും ഭഗവാന്റെ ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു അനുഗ്രഹമൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം കുറച്ചൊരു 10 മിനിറ്റൊക്കെ ഞങ്ങളവിടെ റിലാക്സ് ചെയ്തിട്ടിരുന്നു. മനസ്സും ശരീരവും ഒക്കെ ഭഗവാനെ അർപ്പിച്ച് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു.